മയൂരപുരം ഗ്രാമത്തിന്റെ അതിരുകളിലാണ് ആ പഴയ വീട്. ആ വീടിന്റെ മുന്നിൽ കാലപ്പഴക്കത്താൽ നിറം മങ്ങിയ ഒരു ബോർഡിൽ സാവിത്രി നിലയം എന്ന് മാഞ്ഞുപോയ അക്ഷരങ്ങളിൽ എഴുതിയിരുന്നു. സാവിത്രി നിലയത്തിലെ പഴയ കാലത്തെക്കുറിച്ച് കേട്ടാൽ ആരും അത്ഭുതപ്പെടും. ആ കഥകളിൽ കാടിന്റെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു നിധിയെക്കുറിച്ചും അതിനെ തേടിയുള്ള ഒരു സാഹസിക യാത്രയെക്കുറിച്ചും വിവരിക്കുന്നു. കഥയിലെ നായകൻ രാമു. കാടിനോട് അഗാധമായ സ്നേഹമുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു രാമു. പുഴകളും കിളികളുടെ പാട്ടും കാടിന്റെ നിഗൂഢതകളും രാമുവിനെ എന്നും ആകർഷിച്ചു. ഒരു ദിവസം രാമുവിന്റെ മുത്തശ്ശി കാടിന്റെ ഹൃദയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു മരത്തിനെക്കുറിച്ച് പറഞ്ഞു. ആ മരത്തിന്റെ ചുവട്ടിൽ ഒരു രഹസ്യമുണ്ടെന്നും അത് കണ്ടെത്തുന്നവർക്ക് വലിയൊരു നിധി ലഭിക്കുമെന്നും മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശിയുടെ വാക്കുകൾ രാമുവിൽ ആകാംക്ഷ നിറച്ചു. കാടിന്റെ ഹൃദയം തേടിയുള്ള യാത്ര രാമു തുടങ്ങി. കാടിന്റെ ഓരോ കോണുകളും രാമുവിന് പരിചിതമായിരുന്നു. പക്ഷേ മുത്തശ്ശി പറഞ്ഞ ആ മരം കണ്ടെത്താൻ രാമുവിന് കഴിഞ്ഞില്ല. ദിവസങ്ങൾ കടന്നുപോയി. രാമുവിന്റെ യാത്ര തുടർന്നു. രാമുവിനൊപ്പം അവന്റെ വളർത്തുനായ കിച്ചുവും ഉണ്ടായിരുന്നു. കിച്ചു രാമുവിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു. ഒരു ദിവസം രാമു കാടിന്റെ ഒരു പുതിയ ഭാഗത്തേക്ക് കടന്നുചെന്നു. അവിടെ മുത്തശ്ശി പറഞ്ഞിരുന്നതുപോലെ ഒരു വലിയ മരം രാമുവിന്റെ കണ്ണിൽപ്പെട്ടു. ആ മരത്തിനു ചുറ്റും അപൂർവങ്ങളായ ചെടികളും പൂക്കളുമുണ്ടായിരുന്നു. മരത്തിന്റെ ചുവട്ടിൽ ഒരു ചെറിയ പാറയിൽ പഴയ ലിപിയിൽ എന്തോ കൊത്തിവച്ചിരിക്കുന്നു. രാമുവിന് ആ ലിപി വായിക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് കിച്ചു കുരയ്ക്കാൻ തുടങ്ങി. രാമു നോക്കിയപ്പോൾ ഒരു ചെറിയ പെട്ടി തുറന്നു നോക്കിയപ്പോൾ അതിൽ നിറയെ സ്വർണ്ണനാണയങ്ങൾ. രാമുവിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മുത്തശ്ശി പറഞ്ഞ കഥ സത്യമായിരുന്നു. ആ നിധി രാമുവിന് ലഭിച്ചു. രാമു ആ സ്വർണ്ണനാണയങ്ങൾ ഉപയോഗിച്ച് ഗ്രാമത്തിലെ എല്ലാവർക്കും സഹായം നൽകി. മയൂരപുരം ഗ്രാമം സന്തോഷത്താൽ നിറഞ്ഞു. രാമുവിനും കിച്ചുവിനും ഗ്രാമത്തിലെ എല്ലാവരും നന്ദി പറഞ്ഞു. കാടിന്റെ ഹൃദയം രാമുവിന്റെ ജീവിതം മാറ്റിമറിച്ചു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.